3, 4, 1, 2, 3. 너 그래 너 요새 너 조금 이상해졌어. 자꾸만 시도 때도 없이 시무룩하고 고민이 생겼니? 초등학교 영어 수업 시간에 배웠었던 현재 진행형 같아. 하루에 10번 내 맘이 움직여. 이상하고 아름다운 느낌이 좋아. 걱정되고 보고 싶은 이런 기분은 현재 진행형. 사실은 나도 뭐가 뭔지 잘 모르겠어. 어쩌다 우리 여기까지 알 수 없는 비동사 플러스 ing LOV를 붙여보면 사랑인 것 같고. ഹേയ് മോം, വാട്സാപ്പ്. വാട്സപ്പ് അല്ലടാ, ഇൻസ്റ്റഗ്രാം. എന്താണ് മമ്മ രാവിലെ തന്നെ എന്നാ പറ്റി? മോനു, നിന്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? മമ്മ എന്തിനെ പറ്റി പറയുന്നു? നീ ഇവിടെ നിന്ന് പോയിട്ട് എത്ര നാളായെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? 1-2 കൊല്ലം കഴിഞ്ഞു മോനു. ഓ അതായിരുന്നാ. ആ ഞാൻ വരാം. എന്ന്? അതറിയില്ല. അറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് ലീവിന് അപ്ലൈ ചെയ്തിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. അല്ല ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? നിനക്ക് പപ്പേനെയും മമ്മേനെയും കാണണം എന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കാണാതിരിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞു എനിക്ക് കാണാൻ ആഗ്രഹമില്ലെന്നോ? പിന്നെ നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? പെട്ടെന്നൊരു ലീവൊന്നും കിട്ടില്ല മമ്മ, അതല്ലേ ഞാൻ വരാത്തെ. അതുമല്ല ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ലീവൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഒരു 3 മാസത്തെ ലീവ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതൊരു നല്ല തീരുമാനം. നീ എന്തായാലും അങ്ങനെ ചെയ്താൽ മതി. അതാവുമ്പോൾ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്കും കുറച്ച് സമയം കിട്ടുവേ. എന്ത് തീരുമാനം? അതൊക്കെ വന്നിട്ട് പറയാം. നീ വേഗം വരാൻ നോക്ക്. അല്ല അതൊക്കെ വിട്, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ മമ്മ കഴിച്ചു. ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങുമായിരുന്നു. എന്നാ മോനോ പോയിട്ട് വാ, മമ്മ പിന്നെ വിളിക്കാം. ആ ഓക്കെ മമ്മ, പിന്നെ വിളിക്കാം. എവിടെയാ? കഴിച്ചോ? നിന്റെ ലച്ചു എന്തേ? ഇല്ല, കഴിച്ചിട്ടില്ല. അവളിപ്പോ വരാന്ന് പറഞ്ഞ് പോയതാ. വന്നിട്ട് വേണം കഴിക്കാൻ. കണ്ണാട്ടം കഴിച്ചോ? വിളിച്ചപ്പോ തോന്നി അവള് കൂടെ ഇല്ലെന്ന്. പിന്നെ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കണം. മേ കമിങ് സർ? യെസ് കമ്മിങ്. സാർ, ഞാൻ എനിക്കുള്ള ഫുഡ് എടുത്തപ്പോൾ സാറിനും കൂടി ഉള്ള ഫുഡ് ഞാൻ എടുത്തായിരുന്നു. അയ്യോ മീര, വേണ്ടായിരുന്നു. തനിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? എനിവേ താങ്ക് യു മീര. സാർ കഴിച്ചിട്ട് ലഞ്ച് ബോക്സ് ഇവിടെ വെച്ചാൽ മതി, ഞാൻ വന്നെടുത്തോളാം. ഓക്കെ. ഫുഡ് മുന്നിലെത്തിയാലോ? എന്തേ കഴിക്കുന്നില്ലേ? ആ കഴിക്കണം. ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ ശരി, എന്നാ ഞാൻ വെക്കാം. ലച്ചു വരണ്ട്. ഓക്കെ, ഐ ലവ് യു. എൻ്റെ പൊന്നോ, നിന്റെ ഒരു കാര്യം. ആരായിരുന്നു അത്? എൻ്റെ ഒരു ഫ്രണ്ട്. ഞാനറിയാത്ത ഏത് ഫ്രണ്ട്? അതൊരു ഫ്രണ്ട്. നീ വന്നേ, എനിക്ക് വിശക്കുന്നു. നടക്ക് കണ്ടുപിടിച്ചോളാം ഞാനത് ഏത് ഫ്രണ്ടാന്ന്. 3, 2, 1, 0. ഹായ്, അങ്ങനെ ക്ലാസ് കഴിഞ്ഞേ. ഹൃദയം നീയായി മാറും പ്രേമ
കനകമയൂരം നീയാണെങ്കിൽ മേഘകനവായി പൊഴിയും ഞാൻ. അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു അല്ലേ? ആ അതെ അതെ. ദേടാ നോക്കിക്കേടാ, നിന്റെ പ്രണയം വരുന്നു. ലച്ചു ഒരു മിനിറ്റ് ഒന്ന് വരുമോ? എടി പൊന്നു ഇവിടെ നിൽക്കേ, ഞാനിപ്പോ തന്നെ വരാം. അവൻ അവളെ കൊണ്ടുപോയില്ലോ. എന്തിനായിരിക്കും? വല്ല പ്രപ്പോസും ചെയ്യാനായിരിക്കുന്നേ. പ്രപ്പോസാ? അങ്ങനെയല്ല, ചെലപ്പോ ആയിരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അത് അവൻ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. ലച്ചു ശരി എന്നാ, നാളെ കാണാം. ആടാ ശരി, ബൈ. ഹൃദയ ബൈ. ദേ അവള് വന്ന്, നീ വന്നേ. ഹായ്. ചോദിക്ക്. എന്ത്? അവൻ എന്തിനാ വിളിച്ചെന്ന് ചോദിക്ക്. ലച്ചു, അവൻ എന്തിനാ നിന്നെ വിളിച്ചേ? ആര്? ജോ ആണോ? ആ ജോ തന്നെ. അത് അവൻ ഒരാളോട് ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടി എന്നെ വിളിച്ചതാ. ഓ അങ്ങനെ, അല്ലാണ്ട് നിന്നെ പ്രപ്പോസ് ചെയ്യാനൊന്നല്ലേ? അല്ലല്ല, ഇപ്പൊ സമാധാനായ. താങ്ക് യു. ആർക്ക് വേണം നിന്റെ ഉണക്ക താങ്ക് യു? ഡയറി മിൽക്ക് വാങ്ങിത്തരാം. അല്ല ലച്ചു, ആരിഷ്ടാന്ന് അവൻ പറഞ്ഞേ? വേറെ ആര്യ? ദേവളെ തന്നെ. എന്തോന്ന്? എന്നെയാ? ആ നിന്നെ തന്നെ. നിന്നെ ഇഷ്ടാന്ന് അവൻ എന്നോട് പറഞ്ഞത്. ചേടാ ഇവനെ വേറെ ആരും കിട്ടിയില്ലെന്തോ. ഓടെ പട്ടി. അപ്പോ നാളൊരു പ്രപ്പോസൽ പ്രതീക്ഷിക്കാം അല്ലേ? അതെ അതെ. അല്ലടി പൊന്നു, നിന്റെ ഞാനറിയാത്തൊരു ഫ്രണ്ടില്ലേ? ആ ഫ്രണ്ടിനെ നീ അപ്പൊ എന്ത് ചെയ്യും? തൂക്കി വിൽക്കും. അല്ല പിന്നെ. മോനെ കുഞ്ഞൂട്ടാ, നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്തുവാ ഞാൻ ഈ കാണുന്ന കുഞ്ഞൂട്ടാ? ഇതിനും മാത്രം ചോക്ലേറ്റ് നിനക്ക് ഇവിടുന്ന? ആര് തന്നത് ഇതൊക്കെ? ചോക്ലേറ്റ് എനിക്കും. അതെ അതെ, വീതിക്കാനൊക്കെ വരട്ടെ. ഞാനാദ്യം ചോദിച്ചത് നീ ഉത്തരം പറഞ്ഞേ. ഇതിന് മാത്രം ചോക്ലേറ്റ് നിനക്ക് എവിടുന്ന? ആര് തന്നതാ? ഗേൾ ഫ്രണ്ട്സോ? മഞ്ജു, ഗീതു, ശിവാനി, പാറു, ജാനു, മീനാക്ഷി, അഞ്ജലി, പിന്നെ ആരാ തന്നെ? മറന്നുപോയപ്പോ? മറക്കും. ഇക്കണക്കിനാണെങ്കിൽ എന്റെ മോൻ മറന്നു പോകും. കാരണം അത്രയ്ക്ക് ഉണ്ടല്ലോ ലിസ്റ്റില്. എന്നാലും എന്റെ കുഞ്ഞൂട്ടാ, നിനക്ക് ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലേ? ആ എന്തായാലും ഞാൻ ഈ ചോക്ലേറ്റ് അങ്ങ് എടുക്കാണേ. അതിന് മാത്രം എന്റെ ഈ ബബിൾസിലുള്ളത് ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. കൊടുക്കടി. എടി അവൻ ആ ചോക്ലേറ്റ് കൊടുത്തേ. ഇന്ന് തന്നെ എനിക്കൊന്നും വേണ്ട, നിന്റെ ഗീതു തന്ന ചോക്ലേറ്റ്. ഗീതുവോ? അതിനെന്താ ഒരു സ്പെഷ്യല്? എന്റെ ഈശോയെ, ചെക്കൻ പറയണ നോക്കിക്കേ. ഞാനുണ്ടല്ലോ ക്ലാസ്സിൽ നിന്ന് വർത്താനം പറയാനെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മിസ് ഉണ്ടല്ലോ എന്നെ പിടിച്ച് ഗീതുവിന്റെ അടുത്തോണ്ട് ഇരുത്തിയപ്പോ എനിക്ക് നാളെ വന്നിട്ട് വയ്യായിരുന്നു. പിള്ളേരൊക്കെ വല്ലാണ്ട് വളർന്നു. കാലം പോയൊരു പോക്കേ. ആ പറയ്. വാതിൽ നോക്കടി. എന്തുവാ ഇതൊക്കെ? ഇതോ? ഇതിലെന്തെന്നാ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ഫ്ലേവേഴ്സും പിന്നെ 2-3 ചോക്ലേറ്റ്സും പിന്നെ 2-3 പെർഫ്യൂംസും, അത്രേ ഉള്ളൂ.
ഇതൊക്കെ എന്തിനാ കൊടുക്കാൻ മേടിച്ച്? ആരുടെങ്കിലും ബർത്ത്ഡേ വലുതാണോ? ഇത് വല്ലവർക്കും കൊടുക്കാനൊന്നുമല്ല, ഇത് ഞാൻ നിനക്ക് മേടിച്ചോണ്ട് വന്നതാണ്. എനിക്കെന്തിനാണ് ഇപ്പൊ ഇതൊക്കെ? അത് ശരി. ഞാനേ പോകുമ്പോ തിരിച്ചു കൊണ്ടുപോക്കളാവേ. അയ്യോ അത് വേണ്ട, ഞാൻ എടുത്തോളാം. പിന്നെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ? കോളേജിൽ എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ആസ് യൂഷ്വൽ. വെയിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? അതങ്ങ് ശീലാക്കൊന്നും വേണ്ട കേട്ടോ. ഏത്? അത് ഇനി അതങ്ങനെയൊന്നുമില്ല. അവളെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൊണ്ടുതരാറുണ്ട്. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴായാലും എനിക്കതങ്ങടെ പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ അവള് നിങ്ങളുടെ ആരാ? ഒരു PA മാത്രമല്ലേ? PA മാത്രമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ പഠിച്ചൊരു മീരയുടെ കാര്യം? അതിവളാ. അതുകൊണ്ട് നിനക്കറിയാലോ, ആ ടൈമിലൊക്കെ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നല്ലോ. പിന്നെ നിന്റെ കൂടെ കൂടിയതിന് ശേഷമാണല്ലോ ഞാൻ പിന്നെ മിണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴ ഞാൻ അവളോട് കുറച്ചും കൂടി സംസാരിക്കാറൊക്കെ ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. ഇതിനും വേറെ നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കുന്നത് തന്നെയായിരുന്നു. നീ പോ, എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവാ? നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ റിസ്ക് ഒക്കെ എടുത്തു വരുന്നത്. എന്നിട്ട് ഒന്ന് പോയ, നീ ഒറ്റൊരുത്തം കാരണം ഞാനിപ്പോ രാവിലെ നേരത്തെ എണീക്കാത്തത്. പാട്ടി നിന്റെ കെട്ടി അല്ലേ? എടി പൊന്നു, വേണ്ട മോളെ. മിണ്ടാണ്ട് കിടക്കണേ അവിടെ. ഇപ്പൊ പോയത് ആ മോഡലല്ലേ, എന്താ അവിടെ പേര്? ഡയാന? അത് തന്നെ. അപ്പൊ അവരുടെ ആയിരുന്നു ആ ഡ്രസ്സ്. അപ്പോ ഇത് അവർക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ബ്രദറിന്റെ മാരേജാ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അല്ല നീ എന്താ പോന്നെ? ഇത് നീ പോയില്ലേ? പിന്നെ പോകാതെ പോകുകയും ചെയ്ത് ഒരു 3 മാസത്തേക്ക് ലീവിനും അപ്ലൈ ചെയ്തിട്ടാ പോകുന്നത്. അതെന്ത് പറ്റി? ഒന്നും പറയണ്ട, മമ്മ വിളിച്ചായിരുന്നു വരാൻ പറഞ്ഞിട്ട്. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിപ്പോൾ പോന്നിട്ട് കൊല്ലം 1-2 കഴിഞ്ഞല്ലോ. എടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോകാം. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് കൂടി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതെന്തായാലും നന്നായി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തേക്കാം. 3 പേരുടെ കാര്യം പറഞ്ഞപ്പോഴാ. എടാ അവൻ വന്നില്ലേ? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ കാര്യമൊക്കെ ഒരു കണക്കത്തോന്നിയത് പോലെയാണ് ആ ചെറുക്കൻ. 3 പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അവൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ വരാതിരിക്കില്ലായിരിക്കും, വരുമായിരിക്കും, നോക്കാം. കിച്ചു ഞാൻ വന്ന്. എടാ നീ ഇതെങ്ങോട്ടോ? ഇതൊക്കെ എന്തിനാണ് പാക്ക് ചെയ്യുന്നപ്പോ? ആരാ? എന്തു വേണം? ആരാന്നാ ചോദിച്ചത് കേട്ടില്ലേ? താൻ ആരാ? തനിക്ക് എന്തു വേണം? ഞാൻ ഇവിടെ നിന്ന് ഒരു 2 ദിവസത്തേക്ക് മാവ് എന്നപ്പോഴേക്കും ആരാന്നൊക്കെ. കൊള്ളാം കിച്ചു, കൊള്ളാം. എന്തോന്ന് 2 ദിവസാ? എടാ തെണ്ടി, നീ ഇവിടെ നിന്ന് എന്നൊന്നും പറഞ്ഞാടാ പോയത്? 2 ദിവസത്തെ പരിപാടിയൊന്നും പറഞ്ഞല്ലേ പോയത്? എന്നിട്ടിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ചയായിരുന്നോ? എന്നാ ചെയ്യാനാ, ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. അല്ല അതൊക്കെ വിട്, ഞാനിപ്പോൾ വന്നില്ലേ. നീ ഇതെങ്ങോട്ടാ? ഈ പെട്ടിയും ബാഗൊക്കെ എന്തിനാ ഇപ്പം പാക്ക് ചെയ്യുന്ന? ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുക. നീ എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ പൊക്കോ. എന്താടാ നീ അങ്ങനെ ഒരു വർത്താനം? നീ പോകുമ്പോ പിന്നെ ഞാൻ നിന്റെ കൂടെ വരാണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ? കിച്ചു നീ എന്തൊന്നും പറയാത്ത? അതെ, എന്തുവായി കാണിക്കുന്നത്? നിനക്ക് കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ. കാണാൻ പാടില്ല ഞാനിപ്പോൾ എന്താ ചെയ്യണേന്ന്? എൻ്റെ കൂടെ വരാനാണ് ഈ കാട്ടിക്കൂടണമെങ്കിൽ അത് നടക്കത്തില്ല, ഞാൻ കൊണ്ടുപോകത്തില്ല. നീ കൊണ്ടുപോകണ്ട, ഞാൻ നിന്റെ കൂടെ വന്നോളാം.
ഓ, നീ ഇതെല്ലാം ഇനി വലിച്ചു വാരി എടുത്ത് വെക്കൊന്നും വേണ്ട, ഞാൻ നിന്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നീ എടുത്തായിരുന്നല്ലേ? എനിക്കറിയായിരുന്നു, അല്ലേലും നിനക്ക് എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റില്ലെന്നേ. അതെ, ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ദേ ഈ നിരത്തിയിട്ടേക്കണൊക്കെ അങ്ങ് അടക്കി പറക്കി വെച്ചേ മോൻ. ആ എടാ, പിന്നെ നമ്മുടെ കൂടെ അയാനും കൂടി വന്നുണ്ട് കേട്ടോ. അപ്പോ അതിനാലേ അവൻ എന്നെ വിളിച്ചത്. അവനപ്പോ പറഞ്ഞായിരുന്നോ പോകുന്ന കാര്യം? ഇല്ല, പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. നീ എവിടെയാ, എന്തേതുവരായിട്ടും വരാത്തെ എന്നൊക്കെ ചോദിച്ചുള്ളൂ. അത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ട് നീ ഇനി വന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവൻ നിന്നെ വിളിച്ചത്. അപ്പോൾ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? എന്ത് ചെയ്യാൻ? ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോകും. പോകും. എന്തായി? അന്വേഷിച്ചു. അവൻ ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന. വരട്ടെ, ഇപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. എന്തായാലും അവൻ അതിൻ്റെ പുറത്തോട്ടൊന്നും ഇറങ്ങുമല്ലോ, അപ്പൊ പൊക്കാം. എന്തായാലും അവന്റെ ഫാമിലിയൊക്കെ പറ്റി ഒന്ന് അന്വേഷിച്ച് വെച്ചോ, ചിലപ്പോ നമുക്ക് ആവശ്യം വരും. അച്ചു, എടി അച്ചു, എന്താണ്? ഞാൻ തീരുമാനിച്ചു. എന്തോന്ന്? ഞാൻ തീരുമാനിച്ചു എന്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയാം. റിപ്ലൈ ഇപ്പോ എസ് ആയാലും നോ ആയാലും എന്ത് തന്നെ ആയാലും ഞാനത് പറയാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ ശരിയാവത്തില്ലടി. നല്ല തീരുമാനം. എന്നിട്ട് എപ്പോ പറയാനാ? ഇന്നോ അതോ നാളെയോ? ഇന്ന് തന്നെ ഞാൻ അവളോട് അത് പറഞ്ഞിരിക്കും. ഇന്നോ? ശരിക്കും? നീ ശരിക്കും എന്താ പറയും അവളോട്? നിനക്കിഷ്ടമെന്ന് ശരിക്കും പറയും? ആടി പറയും. എന്ത്, നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നാ നീ നോക്കിക്കോ, ഇന്ന് ഞാനത് അവളോട് പറഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? പൊന്നു ആയിരിക്കും. എന്നാലും അച്ചു, നിനക്കിതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ ഇത്ര വല്ല പാടൊന്നുമില്ലല്ലോ. അല്ലേലും എന്റെ അച്ചുവിനെ എന്നെ മനസ്സിലാവത്തുള്ളൂ. അതെ. എടി പൊന്നു, ദേ അങ്ങോട്ട് നോക്കിക്കേ, ജോ വരുന്നു. എടി നീ കണ്ടോ? നീ അവന്റെ വരവൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അത് കണ്ടാലറിയാം അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നതാണ്. പിന്നെ നീ ഒന്ന് പോയേ. അതേടി, എനിക്ക് 100% ഉറപ്പാ. ആ വരവ് കണ്ടാലറിയാം ഇത് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ മാറി തരണോ? എന്തിന്? അല്ല, നിങ്ങളുടെ ഇടയിൽ കട്ടുറമ്പാവണ്ടെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഉള്ളപ്പോ ചിലപ്പോ അവന് നിന്നോട് ഇങ്ങനെ തുറന്നങ്ങ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പൊന്നിലെച്ചു ഒന്ന് വായടിച്ചിരിക്കും. വരുന്നടി ദേവൻ വരുന്നു. ഞാൻ മാറിയിക്കട്ടെ. എന്റെ പൊന്നോ, ഇവളെ കൊണ്ട് വല്ലാത്ത തൊല്ലയായാലോ ഇത്. എൻ കൺകൾ ഭൂമിയിൽ തേടിയ തേടൽ നീതാനാ. അയ്യോ, അവന്തേ പോണു. ഇനി പ്രപ്പോസ് ചെയ്യാനില്ലേയിരിക്കും. ഇനി ഞാൻ എന്തുകൊണ്ടാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ മാറിക്കാന്ന്. നല്ലൊരു സീൻ എന്നാലും മിസ്സായി പോയല്ലോ. അയ്യോടാ, ഒരു സീൻ മിസ്സായി പോയല്ലേ. നീ വാ എന്റെ മോള് വാ, ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഒരു സീൻ ഉണ്ട്, വാ. മോളെ ലച്ചു, നീ എത്ര വേണേ ഇരുന്ന് കണ്ടു. അടിപൊളി ഒരു പ്രപ്പോസൽ സീന കാണാം. എന്തോരം വേണേന്ന് കണ്ടോട്ടാ. അല്ല പിന്നെ എന്തായാലും അത് കാണാൻ പറ്റില്ല. ഇതെങ്കിലും ഇത് കാണാം. എടാ പോവല്ലേ, ഞാൻ എന്റെ ബുക്ക് എടുക്കാൻ മറന്നു പോയിടാ. എന്റെ അച്ചു, ഇതൊക്കെ നിനക്ക് എടുത്തു വെച്ചൂടെ? ഞാൻ വരൂല കേട്ടോ, നീ പോയി എടുത്തിട്ട് വാ. അതിന് ആര് വിളിച്ചു നിന്നെ? നീ വരണ്ട, ഞാൻ പോയി എടുത്തോളാം. അല്ലെങ്കിൽ വേണ്ട പൊന്നു, നീ എൻ്റെ കൂടെ ഒന്ന് വരൂടി. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യടി. അതിനെന്താ ചേച്ചി, ഞാൻ വരാലോ. അല്ല, എന്നൊരു കാര്യം ചെയ്യും. ഞങ്ങൾ വന്നവരെ നിങ്ങളോട് നോക്കിക്കണ്ട. നിങ്ങൾ കഫേയിൽ പോക്കോ, ഞങ്ങൾ ബുക്ക് എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. അത് ശരിയാടാ, ഞങ്ങൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. നിങ്ങൾ പൊക്കോ.
അവനാ ഗേറ്റ് വിട്ട് പുറത്ത് വന്ന അപ്പ പൊക്കിയേക്കണം, കേട്ടല്ലോ? ലച്ചു, നമുക്ക് അങ്ങോട്ട് നിന്നാലോ? ആ അതിനെന്താ? ലച്ചു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്നുണ്ട്. ഇത് നീ എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിന്റെ റിപ്ലൈയും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിപ്പോൾ എന്ത് തന്നെ ആയാലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അതെനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി. ഇവന്മാരെന്താ ഇവിടെ? ഇത് കണ്ടിട്ടെല്ലാം അറിഞ്ഞിട്ടുള്ള വരവായിട്ടാ തോന്നുന്നത്. എന്റെ ശിവനെ പെട്ടല്ലോ. അയ്യോ അപ്പു, പൊന്നു, നീ എങ്ങോട്ട് ഓടുന്നേ? ആ ഓടുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകൊച്ചല്ലേ? അതേടാ, ഇത് അവള് തന്നെയാ. പോയി പിടിക്കടാ അവളെ. എടാ അപ്പു, ഓടിക്കോടാ. 8 16 36 പണിയാ പുറകെ വരുന്ന. ഓട്. അലയുമി കടലിനു മുകളിൽ ദിക്കുതെറ്റുന്ന കപ്പലുകൾ. എടാ പൊട്ടാ, വായും പൊളിച്ച് നോക്കിക്കാണ്ട് ഓടടാ, ജീവൻ വേണമെങ്കിൽ. ഇങ്ങോട്ട് വാ. എടാ പോ, വാ. അവര് പോയി, നമുക്ക് പോകാം. ചേച്ചി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അല്ല, എന്തിനാ നമ്മളിപ്പോ ഓടിയത്? ഓ അത് ചുമ്മാ നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഓടാൻ പറഞ്ഞതാ. ഒറ്റ വീക്കങ്ങ് വെച്ചെന്നാലല്ലോ മനുഷ്യനുള്ള ജീവിതം പോയി കുറച്ചു നേരത്തേക്ക്. സോറി പൊന്നു, വാ തുറക്കരുത്. നീ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും. അതുകൊണ്ട് നീ മിണ്ടരുത്. എനിക്ക് വയ്യ, മടുത്ത്. ഞാൻ വല്ല ഓട്ടോ വിളിച്ച് വീട്ടിൽ പോട്ടെ. ഇനി വയ്യ എന്നെ കൊണ്ടൊരാട്ടി നടക്കാൻ. അച്ചേച്ചി പോവില്ലെന്നാ ഞാനും വന്നുണ്ട്. എനിക്കും വയ്യ നടക്കാൻ. അപ്പോ ദേ അവരൊക്കെ പോയി. അല്ല, നമുക്ക് പോണ്ടേ? അതെ, പോണെങ്കിൽ വണ്ടി എടുക്കണം. വണ്ടി എവിടെയാ? കോളേജിൽ. നമ്മളിപ്പോ എവിടെ നിക്കണേന്ന് വല്ല ധാരണയുണ്ടാ? മര്യാദക്ക് നീ വണ്ടി വിളിക്കും. എന്നെ കൊണ്ട് വയ്യ നടക്കാൻ. അതിന് ഞാൻ നിന്നോട് നടക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. വണ്ടി വിളിച്ചാ പോരെ? വിളിക്കാം. ദൈവമേ, 2 സെക്കൻഡ്. ആ 2 സെക്കൻഡ് ഒന്ന് വൈകിയിരുന്നെങ്കിൽ ഞാൻ അവളെ കിസ് ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ പൊന്നോ, ഞാൻ പിന്നെ അവളുടെ മുഖത്ത് ഇങ്ങനെ നോക്കും. എന്ത് വാടാ നീ പിറുപിറുത്തോണ്ടിരിക്കണേ? എന്നെ ചീത്ത പറയാനാണെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയടാ. ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ഒപ്പിച്ച് വെച്ചതും പോരാ. നീ നടക്ക്. അല്ല, നീ വണ്ടി വിളിച്ച്